ഹായ്, നാടൻ രുചിയുടെ അടുത്തൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബജിയാണ്. മുട്ട ബജിയും സവാള ബജിയും. എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാകും. മുട്ട ബജിയും സവാള ബജിയും മുളക് ബജിയും അങ്ങനെ ബജികളൊക്കെ എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാകും. ഞാനും കഴിച്ചിട്ടുണ്ട്. നമ്മൾ ബീച്ചിലും പിന്നെ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനേക്കാൾ നല്ല ടേസ്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ഈ കുക്കിംഗ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റുകളെല്ലാം ചെയ്യാൻ നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് ആവശ്യമായിട്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കടലമാവ് വേണം, പിന്നെ പുഴുങ്ങിയ മുട്ട, ഓയില്, വെള്ളം, കായപ്പൊടി, ഉപ്പ്, മുളക് പൊടി, നാരങ്ങ നീര്. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് സവാള വേണം, പിന്നെ വിനെഗർ, ഉപ്പും മുളക് പൊടിയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടലമാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കടലമാവിലേക്ക് നമുക്ക് അല്പം ഉപ്പും മുളക് പൊടിയും നാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഒത്തിരി വെള്ളമൊന്നും കൂടിപ്പോരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ടയിലേക്ക് അത് ശരിക്കും പിടിക്കില്ല, മാവ് ശരിക്കും പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒരു ക്രീമി ആയിട്ട് വരണം, നല്ല തിക്കായിട്ട്. എന്നിട്ട് എന്നാൽ ആ മുട്ടയിലേക്ക് നമ്മൾ മുക്കിയെടുക്കുമ്പോൾ അതിലേക്ക് പിടിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോഴേക്കും ആ ഇതെല്ലാം വിട്ടുപോകും, പിന്നെ ബജി അത് ശരിക്കും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കണം. മാവ് മിക്സ് ചെയ്യുമ്പോൾ നല്ല ക്രീമായിട്ട് വരണം. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ കടലമാവ് നല്ല ക്രീം രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് സവാള, ഞാനിവിടെ ഒരു സവാള എടുത്താണ്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, കാരണം നന്നായിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട്. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മുളക് പൊടി, അല്പം മുളക് പൊടി, എരിവുള്ള ഒരു മുളക് പൊടി അല്പം ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലിയും കൂടി കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ചമ്മന്തിക്ക് നല്ലൊരു ചുമന്ന് നല്ല റെഡ് കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി കൂടി വേണമെങ്കിൽ കുറച്ച് ഇടാം. പിന്നെ നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. അല്പം വിനാഗിരി, പിന്നെ അല്പം വെള്ളം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബജി ഫ്രൈ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ മുട്ട പുഴുങ്ങിയത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്യാൻ നമുക്ക് ഇതിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, ഹാഫായിട്ടോ മൊത്തമായിട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്യാം. അതിന് നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ മുട്ടയുടെ പീസ് ഓരോന്നും നമുക്ക് കടലമാവിൽ മുക്കിയിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ശരിക്കും നന്നായിട്ട് മുക്കി എല്ലാ സൈഡും കിട്ടണം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇതുപോലെ പൊരിച്ചെടുക്കാം.
അപ്പോൾ നമുക്ക് എല്ലാ പീസും ഇതുപോലെ കടലമാവിൽ മുക്കി നമുക്ക് എല്ലാം നമുക്ക് മുക്കി പൊരിച്ചിടണം. ഇതുപോലൊരു കളറിലേക്ക് വരുമ്പോൾ ഒന്ന് കളറ് മാറി ഒരു ഗോൾഡൻ കളറിലേക്ക്, ഒത്തിരി കരിഞ്ഞൊന്നും പോരാ, അത് നോക്കണം. നമുക്ക് എന്നിട്ട് എല്ലാം അതുപോലെ മുക്കി പൊരിച്ച് നമുക്ക് കോരി എടുക്കണം. എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കണം. എല്ലാം മുട്ട അതുപോലെ ഞാൻ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ അതിൽ ആ ബാക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടലമാവിലേക്ക് നമ്മൾ സവാള അരിഞ്ഞ് ഡയറക്റ്റ് അതിലേക്ക് ചേർക്കാം. വേറെ ഒന്നും ചേർക്കണ്ട. നമ്മൾ ആ സവാള ശരിക്കും നൈസായിട്ട് അരിയണം. അപ്പം ഞാനിവിടെ ഒരു സവാള എടുത്ത് അതിലേക്ക് അരിഞ്ഞ്, അപ്പോൾ നമ്മൾ സവാള ബജി ഉണ്ടാക്കുമ്പോൾ കൂടുതലും നല്ലത് മാവ് കുറവും സവാള കൂടുതലായിട്ടുള്ളത് ഇരിക്കണത് നല്ലത്. അപ്പോഴാ ഒരു പൊരിച്ച് കിട്ടുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് തോന്നുക. അപ്പോൾ സവാള അതിലേക്ക് ഇട്ടാൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കുറേശ്ശെ ഇട്ട് നമുക്കത് പൊരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ സവാളയും അത് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുട്ട ബജിയും സവാള ബജി ഏകദേശം നമ്മുടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇടയ്ക്കൊക്കെ എപ്പോഴും എല്ലാം ഉണ്ടാക്കാം, കാരണം ഈ ഓയിലൊക്കെ ഫ്രൈ ചെയ്ത് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാമെന്നല്ല, നമുക്ക് വല്ലപ്പോഴൊക്കെ വൈകിട്ടൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നല്ലതാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.